വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. കഴിഞ്ഞ ദിവസം കണ്ടതിന് തന്നെ ബാക്കി കളർ ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഒരുപാട് ഒരു 10-30 കളർ ഷെയ്ഡ്സ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എന്നാൽ ഒരു വീഡിയോയിൽ തന്നെ നമുക്ക് ഫുള്ള് കാണിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് തീരുവാണെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഫോട്ടോ എടുത്ത് അയച്ചു തരുമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഇതിൽ നിന്നും ഒരുപാട് കളേഴ്സ് പോയി. ഇപ്പം നമ്മുടെ ബാലൻസ് ഇത്രയും കളേഴ്സാണ്, പുതിയ കളേഴ്സ് ഉള്ളത്. ടെസൽ ഫാബ്രിക് ആണ്. പ്യോർ ടെസൽ ഫാബ്രിക്കിൽ ഇതുപോലെ ആ ഒരു ടൈപ്പ് ഓഫ് വർക്കാണ്. ഇങ്ങനെ ഈ സ്ട്രൈപ്സ് ഒക്കെ പോലെ ഒരു പ്രിന്റഡ് പാറ്റേൺ ആണ് വരുന്നത്. പ്രീമിയം ഐറ്റം ആണ്, എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആണ്. ഈ ടൈപ്പ് ഐറ്റം പല റേഞ്ചസിലുണ്ട്. ലോ റേഞ്ച് തൊട്ട് 2000-3000 റേഞ്ചിൽ വരെ ഈ സ്ട്രൈപ്സ് വരുന്ന ഐറ്റംസ് പലരുടെ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം ഫാബ്രിക്കിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അപ്പം സെമി സിൽക്ക് ഫാബ്രിക്കിലും ഈ സെയിം ടൈപ്പ് ഓഫ് സ്ട്രൈപ്സ് ചെയ്തേക്കുന്നത് ലോ റേഞ്ചിൽ വരും. ഇത് ടെസൽ സിൽക്ക് ഫാബ്രിക് ആണ്. അപ്പം ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് കളറിൻ്റെ ലുക്ക് വരുന്നത്. ബാക്ക് ജസ്റ്റ് സിംഗിൾ കളറേ വരുന്നുള്ളൂ. പ്രീമിയം ഫാബ്രിക് ആണ്. ഞാൻ എന്താ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും ജസ്റ്റ് വാങ്ങിക്കാതെ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ജസ്റ്റ് വൺസ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ല ഫാബ്രിക് ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ടെസൽ സിൽക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് യൂസ് ചെയ്യുന്നവർ ഇത് മാത്രമേ സെലക്ട് ആവുള്ളൂ. നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഡയറക്റ്റ് വരുമ്പോൾ കാണാം ഈ ടെസൽ പ്യുവർ ടെസറിൻ്റെ വേറെ ടൈപ്പ് ഫാബ്രിക്സുകളുണ്ട്. അതൊക്കെ അത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും അത് മാത്രം മതി, അവർക്കല്ലാത്ത നോർമൽ ഫാബ്രിക്സ് വേണ്ട. അതുപോലെ തന്നെയാണ് ഇങ്ങനെയുള്ള ഫാബ്രിക്സും. ഇത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ടൈപ്പ് മാത്രം മതി. അല്ലാത്തവർക്ക് ഇത് കാണുമ്പം വേറെ എന്തോ ഒരു കോമ്പിനേഷൻസ് എന്നൊക്കെ അങ്ങനെയൊക്കെ തോന്നും. ബട്ട് നല്ലതാണ് ഇത് സ്റ്റിച്ച് ചെയ്ത് നേരിട്ടൊക്കെ കാണാനും. എന്ത് പ്രീമിയം കളർ ഷെയ്ഡ്സ് ആണെന്ന് നോക്കിയാൽ ഓരോ കളേഴ്സും എല്ലാം വളരെ ലിമിറ്റഡ് പീസിൽ വേണ്ട. ഒരു ഫാസ്റ്റായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക. ഇനി നമ്മളിത് തന്നെ റീ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വരണേ കുറച്ച് ടൈം എടുക്കും. അതുവരെയും വേണ്ട ഒരു ഫാസ്റ്റായിട്ട് ഓർഡർ. ഇതൊക്കെ നമ്മുടെ ഒരു പോളിഷ് ചെയ്ത വുഡ് കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഒരു വെറൈറ്റി ആണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇതാണ് അടുത്ത കോമ്പിനേഷൻ വന്നത്. നമ്മൾ ഫസ്റ്റ് കണ്ട കളറാണ്, ബട്ട് ഈ സ്ട്രൈപ്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോംബോ. ഇതിൽ വന്നിട്ട് ഈ ഒരു ഇതുണ്ട്, റോയൽ ബ്ലൂ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ആണ് കൂടുതലും. ബ്ലൂ ബേസ്ഡ് കോമ്പിനേഷൻ ആണ് വരുന്നത്. ടെസൽ സിൽക്ക് പ്രീമിയം ഫാബ്രിക്, പ്രീമിയം ഡിസൈൻ, എൻഡിൽ ടാസൽസ് ചെയ്തിട്ടുണ്ട്. നല്ല കോമ്പിനേഷൻ ആണ്. സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളി ലുക്കാണ്, പ്രീമിയം ലുക്ക് തന്നെയാണ്. ആൻഡ് സെയിം കളറാണ് ബോട്ടം വന്നേക്കാം. കാരണം അടുത്ത കളറിൻ്റെ ലുക്ക് വന്നേക്കുന്നത് ഇതും ബേസ് സെയിം കളറാണ്. ഈ ഒരു കളറിൽ തന്നെ ഇപ്പം 2-3 അതായത് ഈ കോമ്പിനേഷൻസിൽ ഡിഫറൻസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ലാസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ ഇങ്ങനത്തെ കളേഴ്സ് ഒരെണ്ണം പോലും ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. എല്ലാം വേറെ കളേഴ്സ് ആയിരുന്നു. ഇതിലിപ്പം ഈ കോമ്പിനേഷനിലാണ് ചേഞ്ച്. ഇതിൽ വരുമ്പം ഉണ്ട് ലെവൻഡർ, വയലറ്റ്, പർപ്പിൾ അങ്ങനെയുള്ള കോമ്പോയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നേക്കുന്ന ഒരു വെറൈറ്റി. നല്ല ഷെയ്ഡ്സ്, എല്ലാം നല്ല പ്രീമിയം ലുക്കുള്ള നല്ല ഷെയ്ഡ്സ് ആണ്. ഇത് നമ്മൾ ജസ്റ്റ് വാങ്ങിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറേ കോംബോ ആയിട്ട് കിട്ടും. ഇങ്ങനെ ജസ്റ്റ് നോക്കുമ്പോൾ അത്ര ഭംഗി ചിലപ്പം തോന്നിയില്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ തന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളിയാണ് ഐറ്റം കാണാനും ആൻഡ് യൂസ് ചെയ്യാനും. ഇത് പിടിക്കുമ്പോൾ തന്നെ നല്ല അടിപൊളിയാണ് ആൻഡ് വളരെ കംഫർട്ടബിൾ ആണ്. സെയിം കളർ ബോട്ടമാണ് പെയർ ചെയ്തേക്കുക. ഇതാണ് അടുത്തത് വന്നേക്കുന്നത്. ഒരു കൈൻഡ് ഓഫ് പക്ക റെഡ് എന്ന് പറയത്തില്ല, ഒരു റെഡിൻ്റെ അത് ചെറിയൊരു പിങ്ക് ബ്ലെൻഡാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത്. അപ്പം ഇത്രയും കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ ബാലൻസ് ഉള്ളൂ. ബാക്കി എല്ലാം സോൾഡ് ഔട്ടാണ്. നല്ല എൻക്വയറി ഉണ്ട്. ഇനി ഇതിൻ്റെ കളക്ഷൻസ് തന്നെ ഉറപ്പായിട്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാ കളേഴ്സും വിത്ത് അഡീഷണൽ കളേഴ്സോടെ. 1295 പ്രൈസ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.